പാകിസ്ഥാൻ പട്ടാളം ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങളും തീവ്രവാദികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഔദ്യോഗിക വക്താവ് വാർത്താ സമ്മേളനത്തിൽ ലോകത്തോട് പറഞ്ഞത്, ഞങ്ങളുടെ പട്ടാളം എന്ന് പറഞ്ഞാൽ മതപരമായി മതവിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ മതവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഒരു ഇസ്ലാം അനുഷ്ഠിക്കേണ്ടുന്ന ഒരു അനിവാര്യമായ കടമയാണ് ജിഹാദ്. ജിഹാദ് നടത്തുക എന്നുള്ളത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ബാധ്യതയാണ്. അതുതന്നെയാണ് ഭീകരന്മാരും ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളവും ഭീകരന്മാരും തമ്മിലുള്ള വ്യത്യാസം യൂണിഫോമിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. യൂണിഫോം ഇട്ടാൽ പട്ടാളം, യൂണിഫോം ഇല്ലെങ്കിൽ ഭീകരന്മാർ. ഇത് ചരിത്രത്തിലാദ്യമായി പാകിസ്ഥാൻ പട്ടാളം സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പട്ടാളം ജിഹാദി പട്ടാളമാണ്, ഇസ്ലാമിക പട്ടാളമാണ്, ഇസ്ലാമിക ആശയങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പട്ടാളത്തെ പരുവപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വക്താവ് എന്ന് പറയുന്ന ആൾ പട്ടാളത്തിൻ്റെ എല്ലാ ദിവസവും ഈ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ഈ ബ്രീഫ് ചെയ്യുന്ന 3 പേരൊക്കെ എത്ര രത്നങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. അവർ നമ്മുടെ സംസ്കൃതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാമചരിതമാനസത്തിൽ നിന്നൊക്കെ ഉദ്ധരണികളൊക്കെയാണ്. ഇത് അഹമ്മദ് ഷെരീഫ് ചൗധരി. ഈ അഹമ്മദ് ഷെരീഫ് ചൗധരി എന്ന് പറയുന്ന ഈ വക്താവ് ഒസാമ ബിൻ ലാദൻ്റെ ചങ്ങാതിയായ സുൽത്താൻ ബഷീറുദ്ദീൻ മഹ്മൂദിൻ്റെ മകനാണ്. അങ്ങനെ അതായത് ഈ കുടുംബത്തിൽ ഒരു ജിഹാദി കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ അയാൾ ആണവ ശാസ്ത്രജ്ഞനുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പാകിസ്ഥാൻ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ബദലായിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കിയ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ ബുന്യൻ ഉൻ മർസൂസ് എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം ഖുറാനിൽ നിന്നെടുത്ത ഒരു വചനമാണ് ഭേദിക്കാത്ത മതിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുറാനിൽ നിന്നെടുത്തതാണ്, തകർക്കാനാവാത്ത മതിൽ. അപ്പോൾ ഇത് 11-ാം തീയതി കഴിഞ്ഞ ദിവസം ചൗധരി ഇങ്ങനെ ബ്രീഫിംഗ് നടത്തുമ്പോൾ ഒരു പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഓപ്പറേഷൻ ബുന്യൻ ഉൻ മർസൂസ് എന്ന് പേരിട്ടത്, എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു. എന്തുകൊണ്ട് ഖുറാനിൽ നിന്ന് ഒരു വചനം എടുത്ത് ഇങ്ങനെ പേരിട്ടു. അപ്പോൾ ഈ ചൗധരി പറഞ്ഞു, വക്താവ് പറഞ്ഞു, നമ്മുടെ പട്ടാളത്തിൻ്റെ സംഭവം എന്താന്ന് വെച്ചാൽ ഇമാൻ, തക്വ, ജിഹാദ്, ഷീ സബീലില്ല, ഇതാണ് നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത്. പട്ടാളത്തിൻ്റെ മുദ്രാവാക്യം ഇതാണ്, ഇമാൻ, തക്വ, ജിഹാദ്, ഷീ സബീലില്ല എന്ന് വെച്ചാൽ ഇമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം, തക്വ എന്ന് പറഞ്ഞാൽ പടച്ചോനെ ഭയപ്പെടുക എന്നുള്ളത്, ദൈവഭയം. പിന്നെ സബീലില്ല, അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക, ജിഹാദ്. ഇതാണ് നമ്മുടെ പട്ടാളത്തിൻ്റെ മോട്ടോ എന്ന് പത്രലേഖകനോട് വ്യക്തമാക്കി. എന്നിട്ട് പറഞ്ഞു, ഇസ്ലാം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം മാത്രമല്ല, പട്ടാളത്തിൽ നിന്നുള്ള പരിശീലനത്തിൻ്റെ ഭാഗവും കൂടിയാണ് അത് അതിൻ്റെ കൂടെ അതാണ് ഞങ്ങളെല്ലാവരെയും പട്ടാളക്കാരെ മുന്നോട്ട് നയിക്കുന്നത്. ഇസ്ലാം ആണ് മുന്നോട്ട് നയിക്കുന്നത്. അസിം മുനീർ നമ്മുടെ നേതാവ് ശക്തനായ വിശ്വാസിയാണ്, മുള്ള ജനറൽ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പം മോമിനുകൾ, അതായത് വിശ്വാസികൾ, ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, മോമിനുകൾ അല്ലാഹുവിൻ്റെ യുദ്ധമാണ് നയിക്കുന്നത്. അവർ ഉരുക്കുമതിൽ പോലെ നിൽക്കും, നാം ഉരുക്കുമതിൽ പോലെയാണ്. എന്നിട്ട് ചൗധരി പറഞ്ഞേ, പക്ഷേ ഈ മതിൽ ഇന്ത്യ ഭേദിച്ചു, 11 വ്യോമതാവളങ്ങൾ തകർത്തു, സമ്മതിച്ചു. ഇതിൻ്റെ കൂടെ അതും കൂടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ മതിൽ പൊട്ടിപ്പോയി. അപ്പോൾ ഈ പട്ടാളം എന്ന് പറഞ്ഞാൽ ഈ അസിം മുനീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിയാവുൾ ഹക്കിൻ്റെ കാലത്ത് വളർത്തിയെടുക്കപ്പെട്ട പട്ടാളക്കാരാണ്. സിയാവുൾ ഹക്ക് പട്ടാളത്തിൻ്റെ അകത്ത് മതം നടപ്പാക്കിയ ആളാണ്. അയാൾ കൻ്റോൺമെൻറ്റുകളിലൊക്കെ ഖുർആൻ വചനങ്ങളൊക്കെ എഴുതി വെച്ചു. പിന്നെ പട്ടാളക്കാർക്ക് ഈ താടിയൊക്കെ വളർത്തി അങ്ങനെ നടക്കാം പട്ടാളക്കാർക്ക് എന്നൊക്കെ നടപ്പാക്കി. അപ്പോൾ അങ്ങനെ വന്ന ആ സമയത്ത് പട്ടാള സ്കൂളിൽ പഠിച്ച ആളാണ് ഈ മുനീർ എന്ന് പറയുന്ന ആൾ. ഈ തലമുറയിലെ പട്ടാളക്കാരൊക്കെ ആ സിയാവുൾ ഹക്ക് ഉണ്ടാക്കിയെടുത്ത ഈ മതാന്ധത ആധാരമായ പട്ടാളം ഉണ്ടല്ലോ, ഈ മൊല്ലാക്കന്മാരുടെ പട്ടാളം,
അതിൻ്റെ സന്തതികളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ നടത്തുന്നതും ജിഹാദാണ്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തൈബയും ഹർക്കത്തുൽ മുജാഹിദീൻ ഹമാസും ഒക്കെ ആയിട്ടൊന്നും ഒരു വ്യത്യാസം ഈ പട്ടാളത്തിനോ ISIക്കോ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അയാളത് വ്യക്തമാക്കി. ഇത് എന്താണ്, മുമ്പ് ഈ കുരിശുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്നില്ലേ ഈ മറ്റേ ക്രൈസ്തവർക്കിടയിൽ ഒരു തീവ്ര വിഭാഗം എന്ന് പറയുന്നത്. കുരിശുദ്ധങ്ങൾ നടത്തിയത് മുസ്ലിങ്ങൾക്കെതിരെയാണ്. മുസ്ലിങ്ങൾക്കെതിരെയാണ് അത് നടത്തിയത്. പക്ഷെ ഇവര് ഈ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ജിഹാദുമായിട്ട് നടക്കുക എന്ന് പറയുന്നത്. ഇയാളാണെങ്കിൽ, ഈ ചൗധരി ആണെങ്കിൽ അൽഖയ്ദയുടെ ഒരു സന്താനമാണ് എന്ന് അറിയപ്പെടുന്ന ആളാണ്. ഭീകര സംഘടനകളും ഇതേ മോട്ടോ, ഇയാൾ പറഞ്ഞ ഈ ഇമാൻ തക്വ ഇതൊക്കെ ആയിട്ട് തന്നെയാണ് ഭീകര സംഘടനകളും നടക്കുന്നത്. നമ്മൾ ജിഹാദ് നടത്തണമെന്ന് തന്നെയാണ് ഈ ദിയോബന്ദി ഇല്ലേ, ഹർക്കാനി, ഈ സംഘടനകളാണല്ലോ മദ്രസകളിൽ നിന്നാണല്ലോ പഠിപ്പിച്ചു വിടുന്നത്. അപ്പം മദ്രസയിൽ പഠിച്ച ആൾ തന്നെയാണ്, മദ്രസയിൽ നിന്നുള്ള ആളാണ് ഈ മുനീറും. അപ്പം മദ്രസകൾ, ഈ ദിയോബന്ദി മദ്രസകളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് ഈ ഭീകര സംഘടനകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബഷീറുദ്ദീൻ ഈ ചൗധരി, ഇയാളുടെ ബാപ്പ 1940 അവിടെ ജനിച്ച ആളാണ്, ന്യൂക്ലിയർ എഞ്ചിനീയറാണ്, പക്ഷേ ഇസ്ലാമിക പണ്ഡിതനുമാണ്. അയാൾ പറയുന്നത് ഈ ജിന്നുകളിൽ നിന്നൊക്കെ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം, ആണവശാസ്ത്രജ്ഞന, ജിന്നുകളെ പിടികൂടിയിട്ട് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം. ഇയാൾ പുസ്തകങ്ങൾ എഴുതാറുണ്ട്. ഭൂതത്തെ പിടിച്ചിട്ട് ഒരു പ്ലഗ് കുത്തിയാൽ മതി, കറണ്ട് കിട്ടും. ശാസ്ത്രവും ഇസ്ലാമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറെ സാധനങ്ങൾ വെച്ചിട്ട് ഇയാൾ പുസ്തകം എഴുതും. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണിത്. ഞാൻ ആലോചിക്കുക, പുള്ളിയുടെ മുന്നിൽ ഒരു ഭൂതം വന്നാൽ പുള്ളി പ്ലഗ് എടുത്ത് മൂക്കി കുത്തുവോ കാതി കുത്തുവോ എവിടെ കുത്തുവോ എന്ന് ആർക്കറിയാം. അതെ, അതിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം. അപ്പോൾ ഇസ്ലാമാബാദിൽ ഇപ്പോൾ അജ്ഞാതനായിട്ട് കഴിയാണ്. കാരണം ഇയാൾ ഈ ഷെറീഫ് കുടുംബത്തിന് ഇഷ്ടമല്ല. ഷെറീഫിൻ്റെ കുറച്ചുകൂടി ലിബറലായിട്ടുള്ള ചിന്തകൾ നവാസ് ഷെറീഫിൻ്റെ കാലത്തുള്ള അത് ഇയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇയാൾ ഈ ജിഹാദിൻ്റെ പാതയിലാണല്ലോ ഫുൾ ടൈം. മറ്റേ ഷെറീഫാണെങ്കിൽ വാജ്പേയിക്ക് കൈ കൊടുത്തല്ലോ, ലാഹോർ ബസ് യാത്ര ഇങ്ങനത്തെ. ഇയാൾക്ക് അങ്ങനെയല്ല. ഈ ആണവശാസ്ത്രജ്ഞനെ എങ്ങനെയാന്ന് വെച്ചാൽ അണുബോംബ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കാഫിറുകളെ പൊരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. ഇയാളാണ് ആ ഖാനെയൊക്കെ നെതർലാൻഡ്സിൽ പോയി പിടിച്ചുകൊണ്ട് വന്ന് ബോംബൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അത് കാഫിറുകൾക്കെതിരെ ഉപയോഗിക്കുന്നതിന് തടസ്സമാണ് നിരായുധീകരണ ഉടമ്പടിയിൽ ഷെരീഫ് ഒപ്പുവെക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു ഈ ആണവശാസ്ത്രജ്ഞനായ ബാപ്പയുടെ രോഷം. അങ്ങനെ അവരൊതുക്കി. ഇപ്പോഴും ഷെരീഫിൻ്റെ കുടുംബമാണല്ലോ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമാബാദിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അധികം ആളുകൾ ശ്രദ്ധിക്കാതെ ആണ് അയാൾ കഴിയുന്നത്. അപ്പോൾ ഈ ഇയാളെ ഈ സ്പെഷ്യൽ കാറ്റഗറി ടെററിസ്റ്റായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഇയാൾ ഈ ലാദനെയും അൽ സവാഹിരിയെയും കണ്ടു. എന്നിട്ട് അൽഖയ്ദയ്ക്ക് അണുബോംബ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ അൽഖയ്ദയ്ക്ക് മൊത്തത്തിൽ കാഫറുകളെയൊക്കെ കൊന്നൊടുക്കിയിട്ട് ഈ ലോകം മോചിപ്പിച്ച്, കാഫറുകളിൽ നിന്നും മോചിപ്പിച്ച് ഇസ്ലാം മൊത്തം ഈ ഖലീഫ ഭരണത്തിൻ്റെ കീഴിൽ ലോകത്തിനെ കൊണ്ടുവരാം എന്നൊക്കെ സവാഹിരിയോടും ബില്ലാദിനോടും. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ പോയത് അമേരിക്കയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഇയാൾ UN രക്ഷാസമിതിയുടെ ഉപരോധ കമ്മിറ്റി ഉണ്ടല്ലോ, അവരുടെ പട്ടികയിലും വന്നിട്ടുണ്ട് ഈ ബാപ്പ, ഈ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനായ. കാരണം അപകടകാരിയാണല്ലോ. ഇയാൾക്ക് ഇതിൻ്റെ ടെക്നോളജി അറിയാം. അവിടുത്തെ ആണവ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇയാൾ ഖാനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിരുന്നു. എന്നാലും പിന്നെ PRS എടുത്ത് പോവുമായിരുന്നു. ഈ ആണവശാസ്ത്രജ്ഞനാണെങ്കിലും ഈ ഖാനുമൊക്കെ ആയിട്ട് അടിവെച്ച് അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ കാഫറുകളെ കൊല്ലണം എന്ന് പറയുമല്ലോ അണുബോംബിട്ട്. അതുകൊണ്ട് അവർ സഹിക്കില്ലായിരുന്നു. അങ്ങനെ തർക്കിച്ച് പുറത്താക്കിയതാണ് അയാളെ. അപ്പോൾ കറാച്ചി ആണവ പ്ലാന്റിൽ അയാളുണ്ടായിരുന്നു. 1971 യുദ്ധത്തിന് ശേഷം ബൂട്ടോ 1972 ഈ ആണവ പദ്ധതി മുനീർ അഹമ്മദ് ഖാൻ്റെ കീഴിൽ
ആണവ പദ്ധതി പെട്ടെന്ന് തട്ടിക്കൂട്ടി. അങ്ങനെയാണ് ഈ മഹ്മൂദിനെ എൻറിച്ച്മെൻറ്റ് ഡിവിഷൻ്റെ ഡയറക്ടറാക്കി, യുറേനിയം എൻറിച്ച്മെൻറ്റ് ഡിവിഷൻ്റെ. അവിടെ നിന്നാണ് നെതർലൻഡ്സിൽ പോയി അബ്ദുൽ ഖാദിർ ഖാനെ കൂട്ടിക്കൊണ്ടിരുന്നത് പാകിസ്ഥാനിലേക്ക്. അയാളാണല്ലോ പിന്നെ ആണവ പദ്ധതിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെട്ടത്. അത് കഴിഞ്ഞ് അയാൾ ഗുഷബ് റിയാക്ടറിൻ്റെ ചുമതലയിലൊക്കെ പോയിരുന്നു. 1999 പിരിഞ്ഞു. അത് കഴിഞ്ഞാണ് അഫ്ഗാനിസ്ഥാനിൽ പോയി 2001 ലാദനെയൊക്കെ കാണുന്നത്, അൽഖയ്ദയ്ക്ക് ബോംബൊക്കെ വാഗ്ദാനം ചെയ്തത്. അപ്പം ഈ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ ഈ പാർട്ടി കുടുംബത്തിൽ നിന്നല്ലേ, ജിഹാദി കുടുംബത്തിൽ നിന്ന്. അല്ല, അതിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ പട്ടാളം എന്ന് പറഞ്ഞാൽ ജിഹാദികളാണെന്ന് സ്വയം സമ്മതിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ യൂണിഫോം ഇട്ട ജിഹാദികളും യൂണിഫോം ഇല്ലാത്ത ജിഹാദികളും ഈ വ്യത്യാസം. അതുകൊണ്ടാണല്ലോ ഈ തീവ്രവാദികൾ കൊല്ലപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാർ അവർ കാണാൻ പോകുന്നു. അതേസമയം മറ്റൊരു വീഡിയോ കണ്ടു, തീവ്രവാദികളുടെ ജഡം വല്ലാതെ ആദരവോടുകൂടി സൈന്യം സംസ്കരിക്കുന്നു. എന്നാൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ പട്ടാളക്കാരൻ്റെ ജഡം കഴുതപ്പുറത്ത് ഒന്നിനു മേലെ മറ്റൊന്ന് വെച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. എത്ര അപമാനകരമാണ് ഇവർ കൊണ്ടുപോയത്. ബാലക്കോട്ടിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തപ്പോൾ കുറേ പേര് മറ്റേ ഹൂറികളുടെ അടുത്തേക്ക് പോയില്ലേ, ആ ജഡമൊക്കെ വഴിയിലാണ് കിടന്നത് കുറെ കാലം. ഈ പട്ടാളക്കാർ നോക്കിയില്ല. ഈ ഭീകരര് മരിക്കുമ്പോഴേ മയ്യത്ത് നമസ്കാരത്തിനൊക്കെ അവർ പോയി ഇങ്ങനെ അറ്റൻഷനായിട്ടൊക്കെ നിൽക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ആദരവ് രേഖപ്പെടുത്തുകയാണല്ലോ. ഭീകരവാദികളാണ് ആ പട്ടാളത്തിലുള്ള ആളുകളായിട്ട് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ ബഹവൽപൂരിലൊക്കെ പട്ടാളത്തിന്റെ കാവലും നിരീക്ഷണം റഡാർ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നല്ലോ അകത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.